രമേശൻ പറഞ്ഞ സത്യമായിരിക്കും. ഇതിനൊക്കെ പ്രത്യേകിച്ച് ശക്തി ഉണ്ടാവും. ഏയ് കാണുമായിരിക്കും, നോക്കാം. ഹായ് ഹായ്. രമ്യക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസോ? എന്ത് വിശ്വാസം? അല്ല, അതിപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും മന്ത്രശക്തിയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുകയാണ്, എന്നിട്ട് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് നടക്കും, അങ്ങനെ എന്തെങ്കിലും. പത്മമാറിന് വിശ്വാസമുണ്ടോ? അല്ല, ഈ ചില സാഹചര്യങ്ങൾ നമ്മൾ ഏത് സംഭവം വിശ്വസിച്ചു പോവുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനും ചിലത് വിശ്വസിച്ചു. എന്താടാ ചാടിക്കാൻ കാശുവല്ലോ വേണോ? രമേശത്തെ ശല്യപ്പെടുത്തപ്പോ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ കണ്ടവരൊന്ന് കാശ് വെച്ച് നടക്കുന്നത് നാണമില്ല. നീയേ മുഖം മാറ്റി സംസാരിക്കേ. സിഗരറ്റ് പുകയുടെ മണം ഇങ്ങനെ കുമുകുമാന്ന് അടിക്കണ്ടേ? ഒരു ദിവസം എത്ര പാക്കറ്റ് സിഗരറ്റാ വലിച്ചു കയറ്റണം നീ? ഇങ്ങനെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ കരളിന് തുള വീഴുവേ. വഴിയൊക്കെ അങ്ങ് ബ്ലോക്കായി പോവും പുക കൊണ്ട്. പത്മമാർ സിഗരറ്റ് വലിക്കോ? എവനും ഭ്രാന്താ, വെറും ഭ്രാന്തല്ല, മൂർച്ച ഭ്രാന്ത്. എല്ലാ കുഴപ്പക്കാരും ഇങ്ങനെയാ പറയുന്നത്, കുറ്റക്കാരും മറ്റുള്ളവരും. ഞാൻ നിന്റെ ദേഹത്തൊന്ന് പരിശോധിക്കട്ടാടാ. എന്ത് പരിശോധിക്കാൻ? തെളിവ് പരിശോധിക്കട്ടാടാ. പരിശോധിച്ച് തെളിവെടുക്കട്ടാടാ. ഞാൻ സിഗരറ്റ് വലിക്കുന്നു. സിഗരറ്റ് വലിക്കോ? അതിന്റെ തെളിവെടുക്കാനോ? എന്നാ എനിക്കൊന്ന് കാണുമല്ലോ. കുട്ടി ഇങ്ങോട്ട് മാറിയുന്നേ ശരിയാക്കി തരാടാ. തെളിവെടുക്കുന്ന ആളാ? അതേടാ, തെളിവെടുക്കുന്ന ആളെ തന്നെ. കണ്ടാ പേടിക്കുന്ന കണ്ടാ? ഇടയ്ക്കൂടെ നീങ്ങിയില്ലേ? ഞാനൊന്ന് ഞാൻ പറയുന്ന മുഴുവനും കാര്യമാണെന്ന് എനിക്ക് ലോകത്തെ അറിയിച്ചേ പറ്റൂ. എനിക്ക് തെളിയിക്കണം. നീ ഇങ്ങോട്ട് എടുക്കരുത്. നീ ഇത്രയും ചതിയനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മിണ്ടിപ്പോരുത്, എനിക്ക് തെളിയിക്കണം. എടുത്തു. ഇതെന്താണ്? സിഗരറ്റിന്റെ കൂടെ അല്ലല്ലേ? ഇതെന്താടാ, പൈനാപ്പിൾ ജ്യൂസിന്റെ കവറാ? സിഗരറ്റ് എന്ന് പറയടാ. ഇത് വിശ്വാസത്തിന് വെച്ചതാ, വിശ്വാസത്തിന് വേണ്ടി, കുട്ടിക്ക് വേണ്ടി, കുട്ടിയുടെ വിശ്വാസത്തിന് വേണ്ടി. അതിന് കുട്ടി സിഗരറ്റ് വലിക്കൂലല്ലേ? വലിക്കോ? അപ്പൊ സിഗരറ്റ് വലിയ മോശക്കാരൻ, നല്ല സ്വഭാവം അല്ലാത്തവൻ. അപ്പൊ ഇനി വേറെയും കാണും, നമുക്ക് നോക്കാം. ശരിയാക്കി തരാം. അവന്റെ കൂടെ പോയ ഇനിയും തെളിവ് കിട്ടും.